ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ സ്ട്രാറ്റജിയുമായി എത്താൻ തന്നെയാണ് റഷ്യ ഇറാൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഇറാന് ഒരു സങ്കീർണ അവസ്ഥ ഇനിമേൽ ഇസ്രയേലിൽ നിന്നും ഉണ്ടായാൽ അതിന് ശക്തമായ മറുപടി റഷ്യ നൽകിയിരിക്കും. വെറുതെ പറഞ്ഞ പൊയ്വാക്കല്ല, റഷ്യ അങ്ങനെ പൊയ്വാക്ക് പറയാറില്ല. പ്രത്യേകിച്ചും റഷ്യൻ ഭരണാധികാരിയായ ഏകാധിപതി എന്നൊക്കെ ലോകരാജ്യങ്ങൾ എത്ര തന്നെ വിളിച്ചാലും വ്ളാഡിമിർ പുടിൻ എന്ന വ്യക്തി മഹത്വവൽക്കരിക്കപ്പെടുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും ഒരു അണുവിട മാറ്റം അതിന് ഏത് വ്യക്തി സംസാരിച്ച് മാറ്റാനും കഴിയില്ല. അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് വിലപേശലിന് പുടിനുമായി നടത്തിയ ചർച്ച നൈസായി പാളിയപ്പോൾ മാധ്യമങ്ങളെ നോക്കി ഇളിച്ചു കാണിച്ച ട്രംപ് പറഞ്ഞത് ഇതിൻ്റെ രണ്ടാം ഘട്ട ചർച്ച മോസ്കോയിലാണെന്നാണ്. ചായയും പരിപ്പോടെയും കഴിക്കാനാണോ മോസ്കോയിലേക്ക് വിളിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാധാരണക്കാരുടെ സംശയം. പുടിൻ അങ്ങനെ അടിയറവ് പറയുന്ന വ്യക്തിയല്ല. സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെട്ടപ്പോഴും റഷ്യ എന്ന രാജ്യം പിടിച്ചു നിന്നു. ഇനി യൂറോപ്യൻ യൂണിയന്റെ തകർച്ചയ്ക്കായി റഷ്യ പരമാവധി ശ്രമിക്കും. പുതിയൊരു സോവിയറ്റ് റഷ്യ തിരികെ കൊണ്ടുവരാനും പുടിൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അതിന് ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ ദിശയിൽ നിന്നും കരുത്ത് പകരാമോ അവരെയൊക്കെ ഒരു ശക്തിയായി അവരുടെ പാർട്ട്നേഴ്സായി കൂടെ കൂട്ടും. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒടുങ്ങാത്ത സഖ്യം, അതാണ് റഷ്യ അവരുടെ സഖ്യ രാജ്യങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും. റഷ്യ അങ്ങനെയാണ്. ഒരു രാജ്യത്തെ ചങ്കായി കൂടെ കൂട്ടിയാൽ ആ രാജ്യത്തിന് വേണ്ടി പോർവിളി നടത്തി മുന്നോട്ട് വരാൻ കഴിയുന്ന രാജ്യമാണ് റഷ്യ. അവർ സാമ്പത്തികപരമായ തകർച്ചയോ വ്യാപാര ബന്ധമോ ഒന്നുമല്ല. വിശ്വാസം, ഉഭയകക്ഷി ബന്ധങ്ങളിലെ ദൃഢമായ വിശ്വാസമാണ് റഷ്യ എന്ന രാജ്യത്തിന് പ്രധാനം. അമേരിക്ക അങ്ങനെയല്ല. വ്യാപാര മേഖലയിൽ, വാണിജ്യ മേഖലയിലൊക്കെ ട്രംപ് ഇരട്ടത്താപ്പ് നയങ്ങൾ നടത്തുന്നത്, ട്രംപ് മാത്രമല്ല മുൻ ഭരണാധികാരികളൊക്കെ ഇരട്ടത്താപ്പ് നയങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ വ്യക്തമായി കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇറാന് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. ചബഹാർ പോർട്ടിൽ റഷ്യയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. റഷ്യയുമായി സഹകരിച്ച് ഇറാൻ നിലവിൽ ബഹിരാകാശ പരീക്ഷണം ഉൾപ്പെടെ നടത്താൻ തയ്യാറാകുന്നു. ആണവ പരീക്ഷണങ്ങളിൽ റഷ്യയുടെ സപ്പോർട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾ റഷ്യയുടെ സുരക്ഷാ വലയത്തിൻ്റെ കീഴിലായി ഇപ്പോൾ. അതൊക്കെ ഇറാന് ഞൊടിയിടയിൽ കൈവന്ന സൗഭാഗ്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമീനി പുടിനോട് നന്ദിയും കടപ്പാടും കൃത്യമായി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു.